തന്നെ ആഘോഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ബാപ്പുജിയെക്കുറിച്ച് കുരുന്നുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ 2 ആഴ്ചയായി നൽകിയ അറിയിപ്പിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് എൻ്റെ ബാപ്പുജി എന്ന വിഷയത്തിൽ പ്രസംഗങ്ങൾ ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇന്ന് അവയെല്ലാം ഓരോന്നായി സംപ്രേഷണം ചെയ്യുകയാണ്. കാണാം എൻ്റെ ബാപ്പുജി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. കണ്ണൂർ കക്കര ഗവൺമെന്റ് ഗാന്ധി സ്മാരക UP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് SR ഗാന്ധിജിയെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. Good morning everyone, respected teacher and my dear friends. Today I will speak on Mahatma Gandhi. Mahatma Gandhi is known as the father of our nation. His full name was Mohandas Karamchand Gandhi. Children love him and they call him as Bapuji. He was born on October 2nd, 1869 in Porbandar, Gujarat. His birth anniversary is celebrated as Gandhi Jayanti every year. He was a great leader and freedom fighter. He always promoted non-violence, satyagraha and truth. He is a good role model for everyone. He died on January 13, 1948. He still lives in the heart of people. His life is a great inspiration to all of us. Thank you. അടുത്തതായി പ്രസംഗം അവതരിപ്പിക്കുന്നത് അനുഷ്ക രതീഷാണ്. ഇടുക്കി കോട്ടമല MGM UP സ്കൂൾ വിദ്യാർത്ഥിയായ അനുഷ്ക രതീഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയിൽ ഗാന്ധി വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വാചാലയാകുന്നത്. ഇനി കാണാം കാസർഗോഡ് മാലക്കൽ സെന്റ് മേരീസ് AUP സ്കൂളിലെ അന്ന മരിയയുടെ ബാപ്പുജി പ്രസംഗം. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് ഗാന്ധിയുടെ കുതിരയുടെ മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാബുജി എന്ന് വിളിച്ചിരുന്നു. സത്യം ഈശ്വരനാണെന്നും അഹിംസ അത് നേടാനുള്ള വഴിയാണെന്നും ഗാന്ധിജി പറഞ്ഞിരിക്കുന്നുണ്ട്. ആയുധമില്ലാതെ പോരാടാൻ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഓർമ്മനെ പോലും വേദനിപ്പിച്ചുണ്ടായിരുന്നില്ല അദ്ദേഹം. എന്റെ സത്യാന്വേഷണ പരീക്ഷണ പുസ്തകത്തിൽ ഗാന്ധിജിയുടെ പലതര അനുഭവങ്ങളും കാണാം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി ജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്ന ഗാന്ധിജിയെയാണ് ഏഞ്ചൽ റോസ് TS എന്ന കണ്ണൂർ ഇരിട്ടിയിലെ എഡൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ്സുകാരി അവതരിപ്പിക്കുന്നത്. ഞാനിവിടെ ഗാന്ധിജിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒക്ടോബർ 2 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചു. ഈ ശുഭദിനം നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. ഒക്ടോബർ 2 1969 ഇന്ത്യയിലെ ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജന്മമെടുത്തു. സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച വ്യക്തി
വ്യക്തിയായിരുന്നു അദ്ദേഹം. പല സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളും. പക്ഷേ ഗാന്ധിജി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ലളിതമായ ജീവിതവും ഉന്നത ചിന്തയും ഗാന്ധിജി നിലനിർത്തിയിരുന്നു. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം വില്ല നസറേത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി അനീറ്റ എലിന്റെ ബാപ്പുജി പ്രസംഗമാണ് ഇനി. മാന്യസദസ്സിന് വന്ദനം. നമ്മൾ ഭാരതീയ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണ് ഇന്ന്. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. 1769 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. കാസർഗോഡ് മാണിക്കോത്ത് GFUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി അൻബിൻ കെ ഗാന്ധിജിയുടെ മഹത് വചനങ്ങളിലൂടെയാണ് ബാപ്പുജിയെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ അൻബിൻ. എന്റെ ബാപ്പുജി, നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവരാകുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത്. മനുഷ്യനാരാകണമെന്ന് 2 വരിയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിജിയുടെ മഹത് വചനം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിയെ കുറിച്ചുള്ള ഐൻസ്റ്റൈനിന്റെ വാക്കുകളാണിവ. എന്റെ ജീവിതമാണ് സന്ദേശമെന്ന് ഗാന്ധി ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ വരവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾക്ക് വൻ ഉണർവ് പകർന്നു. ഗാന്ധിജിയുടെ ആയുധം അഹിംസയായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ അഹിംസയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വാഹകരായി നമുക്ക് മുന്നേറാം. ഒരു നവലോകം കെട്ടിപ്പടുക്കാനായി. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി നമുക്ക് വയനാട് സെന്റ് ആന്റണീസ് UP സ്കൂൾ പാഴൂരിലെ ഒരു വിദ്യാർത്ഥിനിയുടെ പ്രസംഗമാണ് കേൾക്കാനുള്ളത്. 6ാം ക്ലാസ്സുകാരിയായ അമീഖ ബാപ്പുജിയുടെ ജീവിതമാണ് തന്റെ പ്രസംഗത്തിലൂടെ ഓർത്തെടുക്കുന്നത്. Respected dignitaries on the dais and all my dear friends, today I will speak on Mahatma Gandhi. Mahatma Gandhi was born on 2nd October 1869 in Porbandar, Gujarat, in a Hindu family. His father Karamchand Gandhi was Chief Minister of Porbandar and his mother's name is Putli Bai and his wife is Kasturba Gandhi. He is the greatest freedom fighter. He also called the father of nation or Rashtrapita. He always wore a simple dhoti made of gadi. He believed on simple living and high thinking. He started non-cooperation and non-violence movements to gain freedom from British rule. Under his able guidance, India became free on 1947, August 15. The great leader of our country died on 30th January 1948. People of all the religions respected and loved him. Thank you. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സ്വച്ഛ ഭാരത് പരിപാടി സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ്